ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല അടുക്കളയിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സുശീല ഇവിടെ അനുപമയോട് പറയണേ, അനു നീ പണിയൊന്നും ചെയ്യണ്ട, ഇനി ഞാനെല്ലാം ചെയ്തോളാം അനുപമേ എന്ന് പറയുമ്പോൾ, അത് വേണ്ട അമ്മ ഈ വീട്ടിലെ ഗസ്റ്റ് അല്ലേ എന്ന് പറയണ കേട്ടോ. അതെന്താ നീ എന്നെ ഗസ്റ്റാക്കി ഇവിടുന്ന് അങ്ങ് പറഞ്ഞേക്കാനുള്ള ഉദ്ദേശമാണോ? അപ്പോൾ അത് കേട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അമ്മ ഇവിടെ ഗസ്റ്റായി വന്ന ആളല്ലേ, അമ്മയല്ലല്ലോ ചെയ്യേണ്ടത്, ഞാനാണ്. അങ്ങനെയല്ല, ഇനി ഈ വീട്ടിലെ പണികളെല്ലാം ഞാൻ ചെയ്തോളാം. വിച്ചുമോൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ എന്നിങ്ങനെ പറയാനിട്ടാ. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അനുപമ പറയാൻ, അതൊന്നും ശരിയാവില്ല, അമ്മയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഞാൻ ചെയ്തോളാം, അമ്മ ഇവിടെ വെറുതെ ഇരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രൻ പറയണം, ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട, അമ്മ ചെയ്യുകയാണെങ്കിൽ അമ്മ ചെയ്തോട്ടെ. ആടെ മോനെ, എനിക്ക് നിനക്ക് വേണ്ടി ഭക്ഷണം വെച്ചുണ്ടാക്കി തരണം തന്നെ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിപ്പിച്ച് തരാം നിൻ്റെ ഭാര്യയോട് പറ എന്നൊക്കെ പറയാനിട്ടാ. പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഹേമന്ത് കയറി വരികയാണ്. അപ്പോൾ ഹേമന്ത് പറയാണ്, എന്തായാലും നിനക്ക് എന്താ പറ്റിയത്? നിൻ്റെ അനിയത്തിയും ഭർത്താവ് അവിടേട്ട് വന്നപ്പോൾ നീ ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്തത്. എനിക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നു, എന്നിട്ട് നീ പണിയല്ലല്ലോ ചെയ്യുന്നത്, ഇവിടെ വെറുതെ വന്നിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, ഞാൻ വെറുതെ വന്നിരിക്കുന്നതല്ല, ആ രാഹുലിനെ എനിക്ക് കണ്ണിൽ കാണുന്നത് ഇഷ്ടമല്ല, കാരണം അവൻ്റെ ഇടയിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നതായി എനിക്ക് തോന്നുന്നു. അതെന്തപ്പം നിനക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്, അവനെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. അവന് എൻ്റെ ഹിന്ദുവിനോട് യാതൊരുവിധ സ്നേഹമില്ല, അത് നിൻ്റെ തോന്നലാണ്. ഇനി ആ പെൺകുട്ടിയെ കണ്ടതിന് പറയുകയാണോ? അത് തന്നെ. എന്തായാലും ഇന്നത്തെ കാലമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളായാലും ഫ്രണ്ട്ഷിപ്പ് കൂടുതലല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇത്ര വലിയ കുറ്റമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ, കുറ്റമായിട്ടില്ല, പക്ഷേ എന്തോ എൻ്റെ ഹിന്ദുവിനെ കല്യാണം കഴിഞ്ഞത് മുതൽ അവന് മാറ്റി നിർത്തുന്നത് പോലെ ഒരു അവഗണന അത് അവൻ്റെ കാണുന്നുണ്ട്, അങ്ങനെ എനിക്കൊരു തോന്നി എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ, എന്നാൽ നിൻ്റെ പെങ്ങളത് പറയില്ലേ, എൻ്റെ പെങ്ങളൊരു പാവാടാ, അവളത് ഒരിക്കലും പറയില്ല. പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കള്ളി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കും. അവനിപ്പോൾ വയനാട്ടിലോട്ട് പോവുകയാണിത്രേ, അത് മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായെന്നൊക്കെ അവൻ പറയുന്നത്. പക്ഷെ അതങ്ങ് എനിക്ക് വല്ലാതെ അങ്ങ് വിശ്വസിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയാം, അവന് ആ പെണ്ണിൻ്റെ കൂടെ കറങ്ങാനാണ്. ആ തോന്നൽ നീ വിടടാ, അല്ല ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അവൻ ഇപ്പോൾ ഈ വഴി പോകും, പിന്നെ അവനെ ഫോളോ ചെയ്ത് ഞാൻ പോകും. അവൻ പിന്നീട് പോകുന്നത് ആ പറയുന്ന ഫ്ലാറ്റിലോട്ടാണെങ്കിൽ തീർച്ച അത് ഉറപ്പിച്ചോ എന്ന് പറയണ്ട. അപ്പോഴാണ് രാഹുൽ ആ വഴി വരുന്നത്. രാഹുലിനെ കാണുന്ന ഇവർ പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് രാഹുലിനെ ഫോളോ ചെയ്ത് പോവാണ്. പിന്നീട് രാഹുൽ പോകുന്നത് ഈ ഫ്ലാറ്റിലോട്ട് തന്നെയാണ്. അങ്ങനെ രാഹുൽ ഈ ഗേറ്റിനുള്ളിലോട്ട് അങ്ങ് കടക്കുമ്പോൾ കൂടെ ഗോകുലും കടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സെക്യൂരിറ്റി സമ്മതിക്കില്ല കേട്ടോ, എങ്ങോട്ടാ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഗേറ്റിന് വെളിയിൽ നിന്നിങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രാഹുലും മൃദുലുമായി സംസാരിക്കുന്ന കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ഗോകുലിൻ്റെ പിടിവിട്ട് പോവാണ്. എടാ, എൻ്റെ വീട്ടിൽ ഇത് പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, പിന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയായിരുന്നില്ല, അവർ വലിയ സന്തോഷത്തിലാണ് അവരെ സ്വീകരിച്ചത്. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ഇപ്പോൾ കണ്ടില്ലേ, അവനെ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, അതൊക്കെ ഇപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനെയൊക്കെ അങ്ങ് കരുതിയ പോരെ, അങ്ങനെയൊന്നും അല്ല, ഇതിൽ എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പല വട്ടങ്ങളായി പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ഹേമന്തിനും വലിയ വിഷമം തോന്നുകയാണ്. ഹേമന്തു എന്ത് ചെയ്യാൻ എന്നുള്ള ആ ഭാവത്തിൽ ഹേമന്തു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മാഷ് ഇന്ദ്രൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അനു നിൻ്റെ അച്ഛനതാ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വലിയ സന്തോഷത്തോടു കൂടി മാഷിനെയും രഘുവിനെയും സ്വീകരിക്കുകയാണ്. ഇതെന്താ അതിരാവിലെ വന്നിരിക്കുന്നത്? അപ്പോഴാണ് അനുപമ ചായയുമായി വരുന്നത് കേട്ടോ. ചായ ഇന്ദ്രന് കൊടുക്കാനായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, മഞ്ചടി പോകുന്നതിന് മുന്നേ വന്നതാണ് എന്ന് പറയണേ. ഇവിടെ ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? ഞങ്ങളിപ്പോൾ ആദ്യം ദയയുടെ അടുത്തോട്ടാണ് പോകുന്നത്, ദയ ഇന്ന തണലിലുണ്ടല്ലോ എന്ന് പറയണം. തണലിലോ? ദയക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയണ, ദയ തണലിലുണ്ട്, ദയക്ക് കുറച്ച് സുഖമില്ല അച്ഛാ, അതൊരു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നിന്ന് ഞാൻ മറച്ചു വെച്ചതാണ്, കാരണം അതൊരു മെൻ്റൽ ഹോസ്പിറ്റൽ എന്നൊരു പറച്ചിലുണ്ട്, പക്ഷെ അത് ചെറിയൊരു കൗൺസിലിംഗ് സെൻറ്ററും കൂടിയാണ് എന്ന് ആരും പറയില്ല, പക്ഷെ അത് പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് മറച്ചു വെച്ചതെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വേറെ വിശേഷം കൂടി പറയാനാണ് വന്നത്. നമ്മുടെ മഞ്ചാടിയും ഗോകുലുമായി ഒരു വിവാഹ നിശ്ചയം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ജീവരാജനെ രക്ഷിക്കണമെങ്കിൽ അതിനെ മാർഗമുള്ളൂ. മഞ്ചാടി, നിൻ്റെ അഭിപ്രായം എന്താണ്? അച്ഛാ, ഞാനല്ല ഇന്നലെ അച്ഛനോട് പറഞ്ഞതല്ലേ, പിന്നെന്താ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം സുശീല ചായയുമായി വരണം. മാഷേ, ഇതാ ചായ എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. മാഷ് ചായ കൊടുക്കുന്നത് കാണുന്നതിനോട് കൂടി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. വല്ലാതെ അങ്ങ് ഞെട്ടാണ്. സുശീല ചായയുമായി വരിക. അപ്പോൾ ഇതേ സമയം, എന്താ മാഷേ, ഞാൻ ചായയുമായി വന്നതിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ നോക്കട്ടെ, ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയുടെ സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങളുടെ മകളുടെ വീട്ടിൽ വന്നിട്ട് പൊറുതിയായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? എന്താ ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ദ്രന് പിടികിട്ടിട്ടോ. അങ്ങനെ ഇന്ദ്രൻ പറയണേ, അമ്മക്ക് ഇന്ന് രാവിലെ
രാവിലെ ആകുമ്പോൾ അമ്മ ഇങ്ങോട്ടേക്ക് വന്നതാണ്, എന്നെ കാണാൻ നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അമ്മേൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് പറയണ്ടേ. എന്തായാലും മാഷ് ചായ കുടിക്കുക എന്ന് പറയണേ. അങ്ങനെ മാഷ് ചായ എടുത്തിട്ട് അങ്ങ് വായിൽ വെച്ചില്ല. അപ്പോഴേക്കും മാഷിന് ഛർദ്ദിക്കാൻ വരികയാണ് കേട്ടോ. സുശീല ഒന്നൊന്നര പണി തന്നെ അതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രഘു ചായ ഒന്ന് ചുണ്ടിലോട്ട് വെക്കുമ്പോൾ രഘു പറയണേ, രഘു നീ എന്താ കുടിക്കാത്ത, എന്താ മാഷെ കുടിക്കാത്ത, ഞാട്ട ചായ ശരിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല സുശീല എന്ന് പറയണ്ട. ഇതേ സമയം രഘു കുടിച്ച് നോക്കിയിട്ട് പറയണേ, എന്താ രഘു നീയും കുടിക്കാത്ത എന്ന് പറയുമ്പോൾ, അതെ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാ നീയും കുടിക്കാത്ത എന്ന് പറഞ്ഞുടനെ അവിടെ പറയണേ, എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഉപ്പിട്ട ചായ കൊണ്ടുവന്ന് ആർക്കും കുടിക്കാൻ കഴിയില്ല എന്ന് പറയണ്ട. ഇത് കേട്ടുടനെ മാഷ് പറയണേ, അല്ല സോറി സുശീല പറയണേ, അയ്യോ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്, ഈ പെണ്ണ് ചെയ്ത പണിയാണ് ഈ അനുപമ ഉപ്പും പഞ്ചസാരയും മാറ്റി വെച്ചാൽ മനഃപൂർവ്വം മറ്റുള്ളവരെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയാണ് മാഷ് ഇങ്ങ് വെച്ചേക്ക്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ പോയിട്ട് നല്ലൊരു ചായ ഇട്ട് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണേ, അച്ഛാ എനിക്ക് കോളേജിലോട്ട് പോകണം, നിങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോകുന്നു എന്ന് പറയട്ടെ. അപ്പോൾ മാഷ് രഘു അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മുന്നിലൊരു വണ്ടി വന്ന് നിൽക്കുന്നതായിരിക്കും. അത് ആരുമല്ല, വിനയനായിരിക്കും. വിനയനും ഈ പറയുന്ന അമ്മാവനും ഈ പറയുന്ന ലതികയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ വിനയ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല ഞാൻ ഇറങ്ങിയാൽ അവൾക്ക് കലി ഇളകും, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാനേട്ടാ. അങ്ങനെ ലതികയെ കണ്ട ഉടനെ ആഹാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിങ്ങളുടെ പേരക്കുട്ടിയെ കാണണം എന്നുള്ള തോന്നൽ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായല്ലോ എന്നിങ്ങനെ പറയാനായിട്ട്. അപ്പോഴേക്കും ചീരു നീ ഇവിടെ വന്നാൽ നിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചീരുവിന് ദേഷ്യം പിടിക്കാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ ചീരു ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ലതികയും ലംബോദരനും വന്ന പാടെ ആ ഗേറ്റിന് മുന്നിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ വിനയനാണെങ്കിലോ ഇങ്ങനെ വണ്ടിയിലിരുന്ന് നോക്കുന്നുണ്ട്. ചീരു ഇതാ ആരൊക്കെ വന്നിരിക്കുന്നത് നോക്ക്, നിനക്ക് വേണ്ടപ്പെട്ട ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഇങ്ങനെ സ്വീകരിക്കാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ മോളെ നിന്നെ കാണണമെന്ന് തോന്നി, നീ ഒരു ഗർഭിണിയല്ലേ, ഈ സമയത്ത് നിന്നെ കാണണമെന്ന് തോന്നി എന്നൊക്കെ ലതിക പറയുമ്പോൾ ശരി പറയണേ, എന്തിനാ ആൻറ്റി എന്നെ കാണുന്നത്, അമ്മ എന്തിനാ കാണാൻ വരുന്നത്, ഞാനിപ്പോൾ സച്ചി സാറിൻ്റെ കല്യാണത്തിൽ വെച്ച് നിങ്ങളെല്ലാവരും എന്നെ കണ്ടതല്ലേ, പിന്നെ എന്താ, എന്നാൽ എൻ്റെ മകൾക്ക് എൻ്റെ പേരക്കുട്ടിക്ക് എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ തരണമെന്ന് ഈ അമ്മക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ആഗ്രഹം തീർത്തതാണെന്ന് പറയാനേട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ചീരുവിനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അതിനിപ്പോൾ ആരാ കുറ്റം പറയുന്നത്? അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് മാത്രം പലഹാരം കൊടുത്ത് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അകത്ത് 2 കുട്ടികളുണ്ട്, അതും നിങ്ങളുടെ ചോരയാണ് കേട്ടോ, അതിനെ കാണാതെ ഇങ്ങോട്ട് പോവുകയാണോ എന്നൊക്കെ അമ്പിളി ചോദിക്കുമ്പോൾ ഇവിടെ ചീരു തന്നെ അന്തം വിടുകയാണ് കേട്ടോ. എന്താ ഈ ചേച്ചി പറയുന്നത്? അപ്പോൾ തന്നെ ലതിക പറയാണ്, അതിന് ഞങ്ങൾക്ക് അവരെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, ചീരു സമ്മതിക്കാത്തത് കൊണ്ടാണ്. അതിന് ചീരുവിൻ്റെ സമ്മതം എന്തിനാണ് നിങ്ങൾക്ക്? നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ, നിങ്ങൾക്ക് ആണെങ്കിൽ കാണാലോ എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയാൻ കേട്ടോ. ഇതേ സമയം അതിനെങ്ങനെ അമ്പിളി ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അകത്തോട്ട് ക്ഷണിച്ചെങ്കിലല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അത് പറഞ്ഞത് ശരിയാണല്ലോ, എന്താ ചീരു നീ നിൻ്റെ ആൾക്കാരെ ക്ഷണിക്കാത്തതെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ചീരുവിന് ആകെ കിളി പോയിരിക്കുകയാണ്. അങ്ങനെ ചീരു പറയണ വാ അമ്മാവ എന്ന് പറയുമ്പോഴാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് വിനയൻ ഇറങ്ങുന്നത്. വിനയനെ കാണുന്നതിനോട് കൂടി ചീരുവിനെ അങ്ങ് കലിയിളകാണ്. അങ്ങനെ വിനയൻ പറയണേ, എനിക്ക് നിങ്ങൾ 2 പേരെ ക്ഷണിക്കാനേ മാത്രമേ പറ്റുള്ളൂ, മറ്റുള്ളവരൊന്നും ഈ വീട്ടിലോട്ട് കയറുകയോ എൻ്റെ കുഞ്ഞിനെ കാണുകയോ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയൻ ആകെ സങ്കടത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ മക്കളെ ഇരട്ട കുട്ടികളെ 2 പേരെ ഇങ്ങനെ കണ്ട് കൊഞ്ചിക്കുകയാണ്. എൻ്റെ മക്കളെ കാണാഞ്ഞിട്ട് ഈ അച്ഛമ്മക്ക് എത്ര സങ്കടമുണ്ട്, അച്ഛമ്മക്കും ആഗ്രഹമുണ്ട് മക്കളെ നിങ്ങളെ കൊഞ്ചിക്കണം എന്നൊക്കെ, എന്ത് ചെയ്യാണ്, എൻ്റെ വിധിയാണ്. ചിരു ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ സാവിത്രി കയറി വരുന്നു കേട്ടോ, സരോജിനി കയറി വരുന്നു കേട്ടോ. അപ്പോൾ എന്താ എന്നുള്ള ഭാവത്തിൽ ചിരു മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതേ ഈ കുഞ്ഞുങ്ങളെ നിൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് ഞാൻ കൊണ്ടുപോയി നോക്കിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അത് കേൾക്കുന്ന സരോജിനി പറയണേ, നിങ്ങളൊന്നും നോക്കണ്ട, ചിരുവിന് ആളില്ല എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞാനാണ് ചിരുവിൻ്റെ മക്കളെ നോക്കുന്നത്. സത്യം പറയാ വെച്ചെങ്കിൽ ഒരു 2 ദിവസത്തിലധികം ചിരുവിൻ്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല, ആ 2 പേരുടെയും കാര്യം ഞാനാണ് നോക്കുന്നത്, എൻ്റെ മക്കളെയൊക്കെ എനിക്കിഷ്ടം അവരെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സരോജിനി അങ്ങ് പോകുമ്പോൾ അവിടെ ലതിക പറയണേ, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കൊണ്ടുപോയി നോക്കിക്കോട്ടെ. അമ്മേ ആ ആഗ്രഹമൊന്നും അമ്മ മനസ്സിൽ വെക്കേണ്ട, ഒരിക്കലും ഞാൻ എൻ്റെ മക്കളെ ആർക്കും മുന്നിലും വിട്ടുകൊടുക്കില്ല. ചിരു നീ ഒരു കാര്യം ചിന്തിക്കണം, ആസ്പത്രിയിലാകുമ്പോൾ ഇവിടെ ഈ വീട്ടിലുള്ളവരെല്ലാവരും നിൻ്റെ കൂടെ ആയിരിക്കും, അപ്പോൾ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, അച്ഛമ്മയായി ഞാൻ നോക്കിക്കോളാം. അതല്ലേ പറഞ്ഞത് സരോജിനി ആൻറ്റി ഉണ്ടെന്ന്, അതുകൊണ്ട് ആ ആഗ്രഹം അമ്മ ഇനി വെച്ച് പുലർത്തണ്ട എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, സരോജിനി ആൻറ്റിക്ക് നിങ്ങൾ എന്തെങ്കിലും ചിലവൊക്കെ കൊടുത്തിട്ടാണല്ലോ നിർത്തുന്നത്, ആ ഒരു റോള് എനിക്ക് തരുമോ, ഞാൻ എൻ്റെ മക്കളെ ഇവിടെ വന്ന് നോക്കിക്കോളാം, അത്രയും ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ചായ കുടിക്കാനായിട്ട് വിളിക്കാൻ കേട്ടോ. ഇതേ സമയം ഈശ്വര ഇതെന്തൊരു വിധിയാണ് എന്നിങ്ങനെ ചിരി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം വിനയനാണെങ്കിൽ പുറത്തിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അന്ന് ശബരിമലയിൽ വെച്ച് കണ്ട ആ 2 പേരെ അവിടോട്ട് വരുന്ന കേട്ടോ. അതായത് മാളവികപ്പുറം എന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ, അവർ 2 പേരും കൂടി വരുന്ന. ആഹാ ഇതാര് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അന്ന് ശബരിമലയിൽ വെച്ച് കണ്ട ആ ആളുകളാണ്, ഈ പറയുന്ന അനിതമാഷിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ മക്കളെയൊക്കെ ഒന്ന് കാണാൻ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങൾ ഈ വണ്ടിയുടെ ഡ്രൈവറാണ്? അല്ല ഞങ്ങൾ വണ്ടിയുടെ ഡ്രൈവർ എന്നല്ല, 3ാമത്തെ മകളിലെ ചിരു അവരുടെ
ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആണോ? ബന്ധുക്കൾ ആരൊക്കെ? അമ്മാവനും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് എവിടെ? ഞാൻ തന്നെയാണ് ഭർത്താവ്. അപ്പം നീ എന്താ ഈ ഡ്രൈവറായി ഇവിടെ നിൽക്കുന്ന? ഡ്രൈവർ ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കൊരു കോള് വന്നത് കൊണ്ട് തന്നെ ആ കോള് വെയിറ്റ് ചെയ്ത് നീ നിൽക്കുകയാണ്. അപ്പോൾ അകത്തോട്ട് കയറുന്നില്ല, ഇപ്പോൾ കയറുന്നില്ല, നിങ്ങൾ എന്തായാലും പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ തട്ടി മാറ്റാണ് കേട്ടോ. ഇതേ സമയം അമ്പിളിയുടെ അടുത്തോട്ട് സരോജിനി ചെന്നിരിക്കുകയാണ്. ചീരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ആ അമ്മക്ക് നല്ല ഇഷ്ടമാണ് ചീരുവിൻ്റെ മക്കളെ. ചീരുവാണെങ്കിൽ വിട്ട് കൊടുക്കുന്നില്ല. പാവം തോന്നും അവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ കളികളല്ലേ. ഞാൻ ഇന്നലെ രാത്രി അവർക്കൊരു ചെറിയ ഡോസ് ഇട്ട് കൊടുത്തത്, ആ ഡോസിൻ്റെ പ്രകാരം അവരിങ്ങോട്ടേക്ക് ഓടി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ്. ഇങ്ങനെ ഇനി ആൾ കൊള്ളാലോടി അമ്മിളി എന്നൊക്കെ ഇങ്ങനെ സരോജിനി പറയാം. അങ്ങനെ ഉമ്മറത്ത് ചായയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ചിരു നീ നിൻ്റെ അമ്മയെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചായ കുടിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ പുറത്ത് നിൽക്കുന്ന ആൾക്കും ഈ ഒരു ചായ കൊണ്ടു കൊടുക്കുക ഡ്രൈവർക്ക് എന്നൊക്കെ ഇങ്ങനെ അമ്പിളി ഇങ്ങനെ ചിരുവിനെ ആക്കിയും കൊണ്ട് പറയാം വിനയനെ. അപ്പോൾ ഉടൻ തന്നെ അവിടെ തന്നെ ചിരു പറയാണ് അമ്പിളി ചേച്ചി എന്നെ ആക്കി പറഞ്ഞാലും ഞാൻ അയാളെ ഉള്ളിലോട്ട് വിളിക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ഇവരിങ്ങനെ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ കയറി വരുമ്പോൾ ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി, അച്ഛനെ അന്ന് ശബരിമലയിൽ വെച്ച് കണ്ട് ആദ്യത്തെ ഫ്രണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് അമ്പിളി പറയാനേട്ടാ. എന്തായാലും ചിരുവിൻ്റെ അമ്മാവനൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് അകത്തുണ്ടെന്ന് പറയണത്. എന്നാൽ ഞങ്ങളൊന്ന് അവരെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം വിനയനാണെങ്കിൽ പുറത്ത് നിന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ശബരിമലയിൽ വെച്ച് കണ്ട ഈ അതിഥികൾ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇങ്ങനെ ധനനെയാണ് കാണിക്കുന്നത്. ധനൻ വീട്ടിലോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും രാമനാഥൻ ചോദിക്കുന്നുണ്ട് വാസന്തി വന്നില്ലേ? വാസന്തി വന്നിട്ടൊന്നുമില്ല, 4-5 ദിവസമായി. പിന്നെ നീ അങ്ങോട്ടേക്ക് പോയതാണ്. അവൾ 4-5 ദിവസം കഴിയുമെന്നൊക്കെയാണ് എനിക്ക് വിളിച്ച് പറഞ്ഞത്. ഞാൻ പോയത് ആ ഭ്രാന്താസ്പത്രിക്കാണ് എന്ന് പറയട്ടോ. അതിനൊരു പേരുണ്ട്, തണൽ എന്നാണ്. ഭ്രാന്താസ്പത്രി എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഉച്ചരിക്കണം, അതത്ര നല്ല കാര്യമൊന്നുമല്ല എന്നിങ്ങനെ രാമനാഥൻ പറയുമ്പോൾ ഉള്ളതുപോലെ പറയണമല്ലോ. അല്ല നീ ദേ കണ്ടോ? ഇന്നാൾ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. എന്തായാലും മാഷും അവിടെ എത്തിയിട്ടുണ്ട്. അവരെ പഞ്ചരത്നത്തിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശബരി എന്താ പറയുന്നത്? ശബരി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയ ഇനി ഭ്രാന്തിയെ പോലെ തുള്ളുന്നത് കാണുന്നേക്കാൾ നല്ലത്. ഒരാൾക്കും പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ശബരിയുടെ ജീവിതവും കഷ്ടത്തിലാവും. കാരണം ശബരിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പോവാണ്. പിന്നീട് എൻ്റെയോട് ചോദിക്കുന്നുണ്ട് എനിക്കെന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ? അതൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ച് എന്നാൽ ചൂടാക്കി താ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രാമനാഥൻ ഈശ്വര ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിത പറയുന്നത് ശബരിയുടെ ഭാര്യയല്ല, ശബരി എടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. അവർക്ക് വിട്ടുകൊടുക്കാതെ അവൻ നോക്കട്ടെ, അങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളും ഉണ്ടല്ലോ, അപ്പൂട്ടൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.